നമ്മുടെ കൃഷ്ണൻകുട്ടി ഇന്ന് പതിവിലും സന്തോഷത്തിലാണേ. എന്താ ചേച്ചി ഇത്ര നേരത്തെ വന്ന് വിളക്ക് കത്തിക്കാന്ന്? രാമായണ മാസം തുടങ്ങിയതൊക്കെ അറിഞ്ഞില്ലേ കുഞ്ഞീഷ്ണാന്ന് ചോദിച്ചേ. അത് പിന്നെ ആൾക്ക് പുറത്തെ കാലാവസ്ഥ കണ്ടപ്പോഴേ മനസ്സിലായിത്രേ. അപ്പളാ ഞാൻ കാണുന്നേ ഒരു വേട്ടാളം കൂട്. ഭാഗ്യത്രേ, അവിടെ ഇരിക്കട്ടെ അല്ലേ. വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോഴാ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ, മെയിൻ സാധനം തലേ വെക്കണ്ടേ, മുക്കുറ്റി. നോമേതോ ഇല്ലത്തെ കുട്ടിയായിരിക്കണു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ഞാൻ കർക്കിടക മാസത്തിലെടുത്ത് തലയിൽ വെക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ മാസം എനിക്ക് ഇച്ചിരി ഭക്തി കൂടുതലാണേ. തൊഴിലുറപ്പ് ചേച്ചിമാര് കഴിഞ്ഞ ദിവസം വന്ന് ഈ സൈഡൊക്കെ വൃത്തിയാക്കിയിട്ട് പോയതാണേ. മഴ പെയ്ത് പെട്ടെന്ന് കിളിർത്ത് വന്നതാ. പക്ഷെ അല്ലാതുള്ള മാസങ്ങളിലൊന്നും ഇവിടെ മുക്കുറ്റി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ മുക്കുറ്റി കിളിർത്തു വരും. നേരത്തെ കണ്ട കുഞ്ഞി പട്ടിക്കുട്ടനെ ആരോ ഉപേക്ഷിച്ചതാണ് കേട്ടോ. വളർത്തിക്കൊണ്ടിരുന്നതാ. പ്രായമായ എന്തോ അസുഖമൊക്കെ വന്നപ്പോ അതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞാനിടയ്ക്ക് കാണുമ്പോ ഭക്ഷണമൊക്കെ കൊടുക്കുവേ. പക്ഷെ അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയാ. പൊമറേനിയൻ പട്ടിക്കുഞ്ഞ് എന്റെ അമ്മേനെ ഒരു തവണ കടിച്ചതാണേ. അമ്മയെടുത്ത് ഇഞ്ചക്ഷന്റെ കണക്കോർക്കുമ്പോ എനിക്ക് ഇപ്പോഴും പേടിയാണേ. ഈ അമ്പലത്തിൽ ഞാൻ കഴിഞ്ഞ ശിവരാത്രിക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ എന്തോ പുനരുദ്ധാരണം നടക്കുകയാണേ. അതുകൊണ്ട് പ്രതിഷ്ഠയൊക്കെ പുറത്ത് വെച്ചേക്കുക. നിറയെ പണി സാധനങ്ങളൊക്കെയാ. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരവ് നന്നേ കുറവാണ് കേട്ടോ. കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സാഹിത്യം ആയാലോ. ഈ കൽപ്പടവുകളിൽ വന്നിരുന്ന് ഞാനും എന്റെ സുഹൃത്തുക്കളും പണ്ടത്തെ സായാഹ്നങ്ങൾ ആസ്വദിക്കുമായിരുന്നു. ബാക്കി സാഹിത്യം ഇനി നമുക്ക് രാമായണത്തിൽ നിന്ന് എടുക്കാല്ലേ. 3 വർഷമായിട്ട് രാമായണം വായിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും എന്റെ തപ്പല് മാറിയിട്ടില്ല കേട്ടോ. ചില വാക്കുകളൊക്കെ ഞാനിരുന്ന് തപ്പുന്ന കാണുമ്പോ എനിക്ക് തന്നെ തോന്നും, ഇത്രയേറെ കട്ടിയുള്ള വാക്കുകളൊക്കെ മലയാളത്തിൽ ഇതിപ്പോ എവിടെന്നാ കണ്ടുപിടിച്ചേക്കുന്നതെന്ന്.